കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ കിഷ്കിന്ധാകാന്ഡം 3-ാം സർഗം 25-ാമത്തെ ശ്ലോകം ചെയ്തു. വളരെ നല്ല ശ്ലോകമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു സ്ഫടിക പാത്രത്തിന് അടുത്ത് ഏത് കളറുള്ള സാധനം വെച്ചാലും ആ കളർ അതിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നൊക്കെ പറഞ്ഞില്ലേ. ആ സ്ഫടികം പോലെ ഈ ദേഹാഭിമാനിയായിട്ടുള്ള ആൾക്ക് ഈ ബുദ്ധിയുടെയും ഇന്ദ്രിയാദികളുടെയും സാമീപ്യം നിമിത്തം ആത്മാവിന് ഈ സുഖദുഃഖാദി സംബന്ധം ഉള്ള ഈ സംസാരം ഉണ്ട് എന്ന് തോന്നും. നമ്മൾ അതിൽ വ്യവഹരിക്കും ചെയ്യണം. അപ്പോൾ ഈ ഈ വാസ്തവത്തിൽ ആ സ്ഫടികത്തിന് ശരിക്കൊരു കളറില്ലാത്ത പോലെ തന്നെയാണ് ഈ ആത്മാവിനും ശരിക്ക് സുഖദുഃഖാദി സംസാര ബന്ധം ഇല്ല. ശരിക്കും ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്, മനസ്സോ ജഡാണ്, മനസ്സും ദേഹമൊക്കെ. അപ്പോൾ ഈ ജഡത്തിന് ജ്ഞാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ അപ്പോൾ എന്താ ചെയ്യണം വെച്ചാൽ ജഡത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ആത്മാവ് ഈ ജഡത്തിൻ്റെ സാമീപ്യം കൊണ്ട് ശബ്ദാദി വിഷയങ്ങളെ ഒക്കെ ഗ്രഹിക്കുകയാണ് മനസ്സേ. അതായത് ദേഹാഭിമാനം ഉണ്ടാവുമ്പോൾ ഞാൻ ഈ ദേഹം എന്ന് വിചാരിക്കുമ്പോൾ ഈ ശബ്ദാദി വിഷയങ്ങളെയൊക്കെ മനസ്സങ്ങോട്ട് ഗ്രഹിക്കും. എന്നിട്ടോ ആത്മാവ് ജ്ഞാനസ്വരൂപനാണ്. പക്ഷേ ആ ജ്ഞാനസ്വരൂപത്തിനെ വ്യക്തം അല്ലാതെ ആക്കുകയാണ് ഈ മനസ്സേ, അവിവേകം കൊണ്ടേ. അതാണ് അവിവേകം. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ആത്മാവിൻ്റെ ജ്ഞാനസ്വരൂപത്തിനെ വ്യക്തമാക്കണം മനസ്സിനെ തന്നെ. അവിവേകം ആണ് അതിനെ നമ്മളിൽ നിന്ന് മറയ്ക്കണതേ. ആത്മാവ് മനസ്സായിട്ട് കൽപ്പിക്കുകയാണ്, ഞാൻ മനസ്സാണ്, അല്ലെങ്കിൽ മനസ്സുള്ള ആ ദേഹമാണെന്ന് കൽപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവണം വെച്ചാൽ മനസ്സും ദേഹവും അനുഭവിക്കണ എല്ലാ സുഖദുഃഖവും അനുഭവിക്കേണ്ടി വരികയാണ്. രാഗദ്വേഷങ്ങൾ, പിന്നെ പറഞ്ഞില്ലേ ആ 3 ഗുണങ്ങൾ, സത്വഗുണങ്ങൾ, അതാണ് ശുക്ല കർമ്മങ്ങൾ. സത്വഗുണം സാത്വികന്മാർ ചെയ്യണ കർമ്മങ്ങളാണ് ശുക്ലം, വെളുത്ത കർമ്മങ്ങൾ, മീൻസ് നല്ല കർമ്മങ്ങളൊക്കെ കേട്ടോ. അതായത് ആരെയും ഹിംസിക്കാതിരിക്കുക, പിന്നെ ജപധ്യാനാദികളൊക്കെ ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ ലോഹിത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനികൾ ചെയ്യണതാണ്. അതവർ ബാക്കിയുള്ളവർ ഹിംസക്കുണ്ട്. പിന്നെ ഫലാപേക്ഷയോട് കൂടിയിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, അത് രജോ ഗുണം. ഹിംസക്കുണ്ടത്, അതിപ്പോൾ യാഗം ചെയ്യാത്ത തന്നെ ഹിംസ ഉണ്ടല്ലോ, കൊല്ലൊക്കെ ഉണ്ടല്ലോ. പിന്നെ പിന്നെ കൃഷ്ണകർമ്മങ്ങൾ പറഞ്ഞാൽ തമോ ഗുണം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അത് പരദ്രോഹവും വഞ്ചനയും തുടങ്ങിയ പാപകർമ്മങ്ങൾ തന്നെ. അപ്പോൾ ഇതൊക്കെ മനസ്സാണ് സൃഷ്ടിക്കണേ. അപ്പം നമ്മൾ മനസ്സാണെന്ന് വിചാരിക്കുമ്പോൾ അത് മുഴുവൻ നമ്മൾക്ക് ആ ചെയ്ത കർമ്മബന്ധനം മുഴുവൻ ഉണ്ടാവും, അത് മുഴുവൻ അനുഭവിക്കണം. പക്ഷേ ഏത് നിമിഷമാണ് നമ്മൾ ആത്മാവാണെന്ന് ബോധം ഉണരണത്, അപ്പം നമ്മൾക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. 26 സർവോപസംഹൃതൗ ജീവോ വാസനാഭി സ്വകർമ്മഭി അനാദ്യ വിദ്യാവശകസ്തിഷ്ഠത്യഭിനിവേശതേ. അനാദ്യ വിദ്യാവശക സ്ഥിഷ്ഠത്യഭിനിവേശതാണ്. അതായത് സർവോപസംഹൃതവും, അതായത് സർവവും ഉപസംഹരിക്കപ്പെടുമ്പോൾ, ഉപസംഹൃതവും പ്രളയത്തിൽ, അതായത് എല്ലാം അവസാനം പ്രളയത്തിൽ ജീവൻ വാസനാഭി സ്വകർമ്മഭി സഹ. എങ്ങനെയാണ് പ്രളയത്തിൻ്റെ സമയത്ത്? എപ്പോഴും മരിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. പക്ഷെ പ്രളയത്തിലെല്ലാം നശിക്കില്ല. അപ്പോൾ സർവ്വജീവജാലങ്ങളും ആ സമയത്ത് മരിക്കുമ്പോൾ സ്വന്തം വാസനകളെയും കർമ്മങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിനെ കൊണ്ടുപോകും. ഈ ജഡശരീരം മാത്രമേ ഇവിടെ ഉപേക്ഷിക്കുന്നുള്ളൂ. സൂക്ഷ്മ ശരീരവും കൊണ്ട് പോവുകയാണ്. സൂക്ഷ്മ ശരീരത്തിൽ അന്ധക്കരണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാസനകളും കൊണ്ട് പോവും. അഭിനിവേശത, അന്ധക്കരണാദികളെ തന്നെ ആത്മാവായി കരുതുക ഹേതുവായിട്ട്. അതായത് ഈ ദേഹത്തിലുള്ള മനസ്സും ആത്മാവെന്ന് കരുതുന്നത് കാരണം സൂക്ഷ്മ ശരീരം ഈ മനസ്സിനെയും കൊണ്ടുപോവും. എന്നിട്ടോ
അനാദ്യ വിദ്യാവശക, അനാദിയായിട്ടുള്ള, അതായത് അജ്ഞാനം എന്നും ഉള്ള ആ അജ്ഞാനത്തിന് അധീനനായിട്ട് തിഷ്ഠതിയിരിക്കുന്നു എന്ന്. എന്താ പറഞ്ഞ വെച്ചാൽ ആ പ്രാകൃത പ്രളയം അവസാനത്തെ ആ ഫൈനൽ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ജീവാത്മാവ് സൂക്ഷ്മ ശരീരിയായിട്ട്, ജഡശരീരം ഇവിടെ പോവുമല്ലോ, അതായത് ഈ സ്ഥൂല ശരീരം ഇവിടെ പോവും, നമ്മൾ ഈ കാണുന്ന ശരീരം ഇവിടെ ഉപേക്ഷിക്കും. എന്നിട്ട് ജീവാത്മാവ് ഈ സൂക്ഷ്മ ശരീരം കൊണ്ടുപോവും. വാസനകളും കർമ്മങ്ങളോടും കൂടിയ അന്ധക്കരണം തന്നെയാണ് ഞാൻ എന്നാണ്. മരിക്കുമ്പോഴും ദേഹാഭിമാനമാണേ. അപ്പോൾ ആ സൂക്ഷ്മ ശരീരവും കൊണ്ടങ്ങോട്ട് പോയിട്ട് അജ്ഞാനത്തോടു കൂടി അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ ചെയ്ത എല്ലാ സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കാനായിട്ട് പിന്നെയും ശരീരം എടുക്കുന്നു. ഇത് കൽപ്പാന്തകാലം വരെ തുടരുകയാണ്. എങ്ങനെയായാൽ ആത്മാവാണ് ഞാൻ എന്ന ബോധം ഇല്ലാത്തോടത്തോളം കാലം മരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രളയം വരുമ്പോൾ എപ്പോഴായാലും നമ്മൾ സൂക്ഷ്മശരീരവും കൊണ്ട് പോവും. ആ സൂക്ഷ്മശരീരത്തിലാണ് അന്ധകരണം. അപ്പോൾ മനസ്സും വാസനകളും എല്ലാം കൊണ്ട് പോവുകയാണ്. കാരണം നമ്മുടെ വിചാരം ദേഹമാണ് ഞാൻ എന്നാണ്. അപ്പോൾ ഈ സ്ഥൂല ശരീരം ഉപേക്ഷിച്ചാലും ബാക്കി ദേഹത്തിൻ്റെ പാർട്ടായിട്ടുള്ള അന്ധകരണമൊക്കെ കൊണ്ടുപോവും സൂക്ഷ്മശരീരം. എന്നിട്ട് അതിലത്തെ വാസനകളും അതിലത്തെ കർമ്മഫലം അനുഭവിക്കാൻ പിന്നെയും ജനിക്കും. അതാണ് ഇതിൽ പറയണത്. അതായത് എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഈ കാണുന്ന ശരീരം ഉപേക്ഷിച്ചാലും കാര്യമില്ല. നമ്മൾ ഈ ദേഹാഭിമാനത്തോടു കൂടി മരിച്ചാൽ, അജ്ഞാനത്തോടു കൂടി മരിച്ചാൽ എന്താണ്ടാവണേ, ആ അജ്ഞാനരൂപമായ പ്രകൃതിയിൽ ലയിച്ചിട്ട് പിന്നെയും എടുക്കും ശരീരം. സർവോപസംഹൃതൗ ജീവോ വാസനാഭി സ്വകർമ്മഭി അനാദ്യ വിദ്യാവശഗസ്തിഷ്ഠത്യഭിനിവേശതഃ സൃഷ്ടികാലേ പുനഃപൂർവവാസനാ മാനസൈ സഹ ജായതേ പുനരപ്യേവം ഖടീയന്ത്രമിവാവശ. എന്താ പറയണുണ്ടോ? സൃഷ്ടികാലേ പിന്നെയും സൃഷ്ടി തുടങ്ങുമ്പോൾ, പ്രളയം കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം ഭഗവാൻ യോഗനിദ്രയിലാണ് അല്ലേ. അത് കഴിഞ്ഞാൽ ആദ്യം ഭഗവാൻ ലീലകളാടണം തോന്നുമ്പോൾ സൃഷ്ടി ആദ്യം തുടങ്ങുകയാണല്ലോ. അപ്പം എന്താ ഉണ്ടാവണേ, ഈ ജഡശരീരം ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരത്തോടുകൂടി ഭഗവാനിൽ ലയിച്ച എല്ലാ ജീവജാലങ്ങളും, അതായത് ദേഹാഭിമാനത്തോടു കൂടി പോയവരെല്ലാം ജ്ഞാനികളില്ല. ജ്ഞാനികൾക്ക് മോക്ഷം കിട്ടി. കാരണം അവരിത് ദേഹമാണെന്ന് വിചാരിക്കില്ല. ഞാൻ ആത്മാവാന്ന് തന്നെയാണ്, ഭഗവാനായിട്ട് തന്നെ വർത്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടി. സാധാരണ ദേഹാഭിമാനികളായിട്ടുള്ളവരെ മരിക്കണ സർവ്വജീവജാലങ്ങളും പിന്നെ എന്താ ചെയ്യണത്? പിന്നെ സൃഷ്ടിക്ക് ഭഗവാന്റെ ലീലകളാടാൻ വേണ്ടി സൃഷ്ടി തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാവണേ? സനാമാനസൈഹി സഹ, ആ പൂർവ വാസനകളോടും ആ കർമ്മങ്ങളോടും നമ്മൾ കർമ്മത്തിൻ്റെ ഭാണ്ഡങ്ങളും കൊണ്ടാണ് പോകണം കേട്ടോ. വാസനകളും കർമ്മഭാണ്ഡവും കൊണ്ടാണ് പോകണത്. അവശഃ അസ്വതന്ത്രനായിട്ട് നമുക്ക് ഇന്ന ദിക്കിൽ ജനിക്കണം, ഇന്ന അച്ഛനമ്മമാരുടെ ദിക്കിൽ ഉള്ളിടത്ത് സുഖമായിട്ടുള്ളിടത്ത് ജനിക്കണം എന്ന് വിചാരിച്ചാൽ ഒരു സ്വാതന്ത്ര്യമില്ല. ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണം വെച്ചാൽ എവിടെ ജനിക്കേണ്ട വെച്ചാൽ അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും അസ്വതന്ത്രമാണ്. അതാണ് അവശഃ അസ്വതന്ത്രനായിട്ട് ഖടീയന്ത്രവത്, അതായത് ഏത്തവും കൊട്ടയും ഉള്ള പോലെ ഖടീയന്ത്രവത് പുനഃ അഭി ജായതേ, രണ്ടാമതും ജനിക്കുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ പൂർവവാസനകളോടും ഈ നമ്മൾ ചെയ്ത കർമ്മങ്ങളോടും കൂടിയാണ് നമ്മൾ ഈ പ്രളയത്തിൽ മുങ്ങിപ്പോയത് സർവ്വജീവജാലങ്ങളും, ദേഹാഭിമാനമുള്ളവർ മുഴുവൻ. അതായത് പിന്നെന്താണ്, ആത്മസാക്ഷാത്കാരം കിട്ടാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അവരൊക്കെ പിന്നെയും ആദ്യ ഭഗവാൻ സൃഷ്ടി നടത്താൻ തുടങ്ങുമ്പോൾ പിന്നെയും ജനിക്കുന്നു. ആ കർമ്മഫലം കംപ്ലീറ്റ്ലി അസ്വതന്ത്രനാണ്. അവശരായിട്ട് പൊങ്ങയും താഴെയും ചെയ്തുകൊണ്ടിരിക്കണ ഒരു ഏത്തക്കൊട്ടല്ലേ, അതായത് വെള്ളം കോരാൻ ഇപ്പോഴത്തെ തലമുറയുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും. അത് ഇങ്ങനെ ഏത്തക്കൊട്ട കൊണ്ട് ഇങ്ങനെ വെള്ളം കോരും, അതിങ്ങനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും പിന്നെയും. അപ്പോൾ ആ ഏത്തക്കൊട്ട ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുക ചെയ്യണ പോലെ നമ്മൾ ഈ ജനന മരണങ്ങൾക്ക് അധീനരായിട്ട് ഇങ്ങനെ പല ലോകങ്ങളിലും നമ്മുടെ കർമ്മം അനുസരിച്ച് പല ലോകങ്ങളിലും
ജനിച്ച് ജീവിച്ച് മരിച്ച് പിന്നെയും ജനിച്ച് ജീവിച്ച് മരിക്കണമെന്ന്. അതായത് ആത്മസാക്ഷാത്കാരം കിട്ടാത്തോടത്തോളം കാലം, ഞാൻ ആത്മാവാണ് എന്ന അനുഭവം ഇല്ലാത്തോടത്തോളം കാലം, ഞാൻ ദേഹമാണെന്ന് അഭിമാനിക്കുന്നിടത്തോളം കാലം നമുക്ക് മരണസമയത്തും നമ്മളെ ദേഹാഭിമാനത്തോടു കൂടി മരിക്കുമ്പോൾ നമ്മൾ ഈ സ്ഥൂല ശരീരം ഇവിടെ ഇട്ട് പോവുമെങ്കിലും നമ്മുടെ കർമ്മവാസനകളും നമ്മുടെ വാസനകളും കർമ്മഭാണ്ഡങ്ങളും പേറിയാണ് പോണത്. പിന്നെയും നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാനും ആ വാസനകൾ ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾ പിന്നെയും ജനിക്കും. ഇത് തുടരുകയാണ്. ഏതുപോലെ വെച്ചാൽ ഒരു ഏത്തക്കൊട്ട വെള്ളത്തിൽ മുങ്ങുക വെള്ളം നിറയും, അങ്ങനെയാണല്ലോ. പിന്നെ അത് പുറത്തേക്കാക്കിയാൽ പൊങ്ങും. അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. ഈ ജനന മരണ ചക്രത്തിൽ നമ്മൾ കൽപ്പാന്തകാലം വരെ ചുറ്റിത്തിരിയണം. പിന്നെയും പ്രളയാവും, പിന്നെയും ഭഗവാന്റെ ലീലകൾ തുടങ്ങിയാൽ പിന്നെയും അതിനൊരു അവസാനമില്ല. സൃഷ്ടികാലേ പുനഃപൂർവവാസനാമാനസൈ സഹ ജായതേ പുനരപ്യേവം ഘടീയന്ത്രമിവാവശ. ഘടീയന്ത്രം അതാണ് ഈ ഏത്തക്കൊട്ടയാണ്. 2 ശ്ലോകമാണ് കേട്ടോ, 28-29. യഥാ പുണ്യവിശേഷേണ ലഭത്തെ സംഗതിം സദാം മദ്ഭക്താനാം സുശാന്താനാം തഥാ മദ്വിഷയാമതി മൽക്കഥാശ്രവണേ ശ്രദ്ധാ ദുർലഭാ ജായതേ തഥാ തഥാ സ്വരൂപവിജ്ഞാനമനായാസേന ജായതേ. എങ്ങനെയാണ് ഞങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുക ചോദിച്ചാൽ, യഥാ പുണ്യവിശേഷണ, എപ്പോൾ പുണ്യം കൊണ്ട്, മദ്ഭക്താനാം സുശാന്താനാം സദാം, എൻ്റെ ഭക്തന്മാരും വളരെ ശാന്തന്മാരും ആയിട്ടുള്ള സജ്ജനങ്ങളുടെ സംഗതിം ലഭത്തെ, സംസർഗം ഉണ്ടാകുന്നുവോ, തഥാ മതി മദ്വിഷയ, അപ്പോൾ എന്നിൽ ബുദ്ധി, എൻ്റെ നേർക്ക് തിരിയും ബുദ്ധി അവരുടെ. തഥ ദുർലഭ മൽക്കഥാശ്രവണേ ശ്രദ്ധ, അപ്പോൾ എൻ്റെ ദുർലഭമായിട്ടുള്ള എൻ്റെ കഥാശ്രവണത്തിൽ ശ്രദ്ധ വരും. ജായതേ, ജനിക്കുന്നു, ശ്രദ്ധ ജനിക്കുന്നു. തതഹ അനായാസേന, അതിൽ നിന്ന് പ്രയാസം കൂടാതെ സ്വരൂപവിജ്ഞാനം ജായതേ, നമുക്ക് ആത്മസ്വരൂപജ്ഞാനം ലഭിക്കണം. അപ്പം നമ്മളിപ്പോൾ ചെയ്യണത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത്? ഭഗവത് കഥകൾ കേൾക്കണത്, അല്ലെങ്കിൽ ഭഗവത് കഥകൾ വായിക്കുക, ഭഗവത് കഥകൾ പറയുക, ഭഗവത് കഥകൾ കേൾക്കുക. ഇതന്നെ വഴിയുള്ളൂ, സജ്ജന സംസർഗം മാത്രമേ വഴിയുള്ളൂ എന്നാണ് ശ്രീരാമൻ പറയണത്. നോക്കൂ, ഈ പുണ്യകർമ്മങ്ങളുടെ മഹിമോണ്ട് ആ എന്തോ സുഹൃതം കൊണ്ട് നമുക്കിതിലൊരു ഒരു ഇൻട്രസ്റ്റ് വരികയാണ്, ഇതിലൊരു രസം തോന്നുകയാണ്. ഭഗവത് കഥകളിൽ രസം തോന്നാൻ തന്നെ നമുക്ക് പുണ്യം എത്രയോ സുഹൃതം ചെയ്യണം. അപ്പോൾ നമ്മൾ പണ്ടെങ്ങാണ്ടോ ചെയ്ത സുഹൃതം കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഭഗവത് കഥകളിൽ രസം തോന്നണതേ. അത് ആ രസം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, രാഗദ്വേഷാദികളൊക്കെ നശിച്ച് നമുക്ക് ഇനിയും പരമശാന്തരായിട്ടുള്ള സജ്ജനങ്ങളോടുള്ള സംസർഗം ലഭിക്കും. അപ്പോൾ ആ സജ്ജനങ്ങളോട് സംസർഗം വരുമ്പോൾ കൂടുതൽ നിങ്ങളുടെ ബുദ്ധി എന്നിലേക്ക് പ്രവഹിക്കും, അല്ലെങ്കിൽ ബുദ്ധി എൻ്റെ നേർക്ക് തിരിയും. അങ്ങനെ എൻ്റെ അവതാര കഥകളും ഇതിലൊക്കെ വളരെയധികം ശ്രദ്ധ ഉണ്ടാവും. അങ്ങനെ ഇതത്ര എളുപ്പമെന്ന് വിചാരിക്കേണ്ട, ദുർലഭം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ കഥകളിൽ രസം ഉണ്ടാവണം തന്നെ വളരെ സുഹൃത്താണെന്ന് പറയുന്നു. അത് ദുർലഭമാണ്. കഥാശ്രവണത്താൽ അങ്ങനെ കഥകൾ ശ്രവിച്ചിട്ട് അന്ധക്കരണം പരിശുദ്ധമായാൽ പതുക്കെ പ്രയാസം കൂടാതെ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാം എന്ന് പറയുള്ളൂ. എത്ര നന്നായിട്ട് ഭഗവാൻ നമ്മളോട് പറഞ്ഞു. നമ്മൾക്ക് ഈ കഥാശ്രവണത്തിന് നല്ല രുചി ഉണ്ടായാൽ മതി. അപ്പോൾ ഭഗവാൻ തന്നെ നമുക്ക് അതിനുള്ള വഴി ഒരുക്കി തരും. സജ്ജന സംസർഗം സാധ്യമാകും. അപ്പോൾ നമുക്ക് കൂടുതൽ ഭഗവാനെ ചിന്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ അതൊരു വളരെ ദുർലഭമായിട്ടുള്ളൊരു ഒരു അവസരമാണെന്നാണ് ഭഗവാൻ പറയണത്. അത് ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു 100 ആളെടുത്താൽ എത്ര കുറച്ച് ആൾക്കാർക്ക് ഇത് ശരിക്കും ആത്മാർത്ഥമായിട്ട് കേൾക്കണമെന്നോ അല്ലെങ്കിൽ പറയണമെന്നോ അല്ലെങ്കിൽ വായിക്കണമെന്നോ ആഗ്രഹമുള്ള. അപ്പം നമുക്കത് എത്രയോ
സുഹൃത്താണ് നമ്മൾ പണ്ട് നമ്മുടെ കേമത്തല്ല, നമ്മൾ പണ്ട് ചെയ്ത സുഹൃതം കൊണ്ടാണ് നമുക്കിതിൽ ശ്രദ്ധ ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് സജ്ജനങ്ങളായിട്ടുള്ള സംസർഗം സാധിക്കും. സജ്ജന സംസർഗം കൊണ്ട് നമ്മളുടെ ഭക്തി കൂടുതൽ വർദ്ധിക്കും. ഈ കഥാശ്രവണത്തിനും കഥ വായിക്കാനും പറയാനുള്ള ആഗ്രഹം നമുക്ക് കൂടുതലാവും. അങ്ങനെ പതുക്കെ 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 ജന്മജന്മാന്തരങ്ങളിലെങ്കിലും നമുക്ക് ആ ആത്മസ്വരൂപം പ്രകാശിക്കും. അപ്പോൾ കൽപ്പാന്തകാലം വരെയെങ്കിലും വേണ്ട, കുറേ ജന്മങ്ങൾ കഴിഞ്ഞാലെങ്കിൽ നമുക്ക് ആത്മസ്വരൂപം പ്രകാശിക്കും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ വയ്ക്കുക. എന്നാലും അപ്പോൾ നമുക്ക് നല്ലൊരു എൻകറേജ്മെൻ്റ് അല്ലേ കഥ പറയാനും കഥ കേൾക്കാനും കഥ വായിക്കാനും എങ്ങനെയെങ്കിലും ഭഗവത് സ്മരണ. അതാണ് അപ്പോൾ ഇതിൽ ശ്രീരാമൻ നമ്മളെ എൻകറേജ് ചെയ്തും കൊണ്ട് പറഞ്ഞു. ഇത് ചെയ്യുമ്പോൾ തന്നെയല്ലേ വളരെ ഒരു എൻകറേജ്മെൻറ്റായി. കാരണം ഇതന്നെയാണ് വഴിയെന്ന് പറഞ്ഞു തരികയാണ്. കഥാശ്രവണത്തിന് ഭക്തി ഉണ്ടാവട്ടെ, അങ്ങനെ സജ്ജന സംസർഗം കൊണ്ട് എന്നിലേക്ക് നിൻ്റെ ബുദ്ധി ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ, അതാണ് പറയണത്. അങ്ങനെ ആത്മസ്വരൂപം നിങ്ങളിൽ പ്രകാശിക്കും. യഥാ പുണ്യവിശേഷേണ ലഭത്തെ സംഗതിം സദാ മദ്ഭക്താനാം സുശാന്താനാം തഥാ മദ്വിഷയാമതി മൽകഥാശ്രവണേ ശ്രദ്ധ. എൻ്റെ കഥാശ്രവണ ശ്രദ്ധ ദുർലഭാണത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഭാഗ്യമുണ്ടല്ലോ, ദുർലഭമാണെന്ന് പറയാണ് ഭഗവാനി. അതൊരു നമുക്ക് എത്ര സുഹൃത്തുണ്ടല്ലേ. ജായതേ തഥ സ്വരൂപവിജ്ഞാനം അനായാസേന ജായതേ. അപ്പോൾ സ്വരൂപവിജ്ഞാനം അനായാസമായിട്ട് നിങ്ങളിൽ ഉദിക്കും. മീൻസ് ആത്മസ്വരൂപം തന്നെ പ്രകാശിച്ചോളും, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയണു അല്ലേ. ഇനി അടുത്തത് 2 ഒന്നിച്ചാണ്. തദാചാര്യപ്രസാദേന വാക്യാർത്ഥജ്ഞാനതക്ഷണാൽ ദേഹേന്ദ്രിയമന പ്രാണാഹൃദിഭ്യ പൃഥക് സ്ഥിതം സ്വാത്മാനുഭവത സത്യമാനന്ദാത്മാനമദ്വയം ജ്ഞാത്വാ സദ്യോ ഭവേന്മുക്തഃ സത്യമേവ മയോദിതം. തദാ ആചാര്യപ്രസാദേന, അപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ക്ഷണാത് വാക്യാർത്ഥജ്ഞാനത, ക്ഷണത്തിൽ ആ വാക്യാർത്ഥങ്ങളുടെ ജ്ഞാനം, അതായത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവർ പറയണ സദ്വാക്യങ്ങളുടെയൊക്കെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹേതുവായിട്ട് ദേഹേന്ദ്രിയ, അതായത് ആ ജ്ഞാനം വാക്യാർത്ഥം മനസ്സിലായിട്ട് നമുക്ക് പൊരുൾ മനസ്സിലായിട്ട് ഉൾക്കൊള്ളുന്നത് ഹേതുവായിട്ട് ദേഹേന്ദ്രിയ മന പ്രാണാഹം കൃതിഭ്യ, ദേഹേന്ദ്രിയ മന പ്രാണാഹം കൃതിഭ്യ, ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ, അഹങ്കാരം ഇവയിൽ നിന്ന് പൃഥക് സ്ഥിതം, വേറിട്ടിരിക്കുന്നതും ഇതിൽ നിന്നൊക്കെ വേറിട്ടാണ് അദ്വയം, രണ്ടാമതൊന്നില്ലാത്തതുമായ സത്യം, എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കുന്ന ആനന്ദാത്മാനം, ആനന്ദസ്വരൂപത്തെ സ്വാത്മാനുഭവത, അതന്നെയാണ് എൻ്റെ ആത്മാവ്. അതാണ് സ്വാത്മാനുഭവം. എന്താ? ആ ആനന്ദസ്വരൂപൻ തന്നെയാണ് എൻ്റെ ആത്മാവും, ഞാനും ആനന്ദസ്വരൂപനാണെന്നുള്ള അനുഭവം. ജ്ഞാത്വ, അറിഞ്ഞിട്ട് സദ്യ മുക്ത ഭവേത്, ക്ഷണത്തിൽ മുക്തനായിത്തീരുന്നു. മയാ ഉദിതം സത്യം ഏവ, ഞാനീ പറഞ്ഞത് സത്യമാണെന്നും കൂടിയും പറയണു ഭഗവാൻ. ഞാനീ പറഞ്ഞത് വ്യർത്ഥമല്ല, സത്യമാണെന്ന് ഭഗവാൻ പറയണു. എന്താണ്? ഇങ്ങനെ അന്ധക്കരണ പരിശുദ്ധി കൊണ്ട് ആത്മപ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗുരുവിനെ ലഭിക്കും. നമ്മൾ തേടി പോവൊന്നും വേണ്ട. അന്ധക്കരണ പരിശുദ്ധി കാരണം ആത്മപ്രകാശം ഉണ്ടാകുമ്പോൾ പ്രകാശിക്കാൻ തുടങ്ങും ആത്മാവേ. നമ്മുടെ ഉള്ളിലിങ്ങനെ നമുക്കതിന് വേണം അവിടെ എത്തണം എന്നുള്ള ആഗ്രഹം ഉത്കടായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഗുരു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അദ്ദേഹം മഹാവാക്യങ്ങൾ നമുക്ക് ഉപദേശിക്കും. അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. അപ്പോൾ ഈ ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും അഹങ്കാരവും ഇതൊന്നും ആത്മാവല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അവയിൽ നിന്നൊക്കെ ഭിന്നനും നാശമില്ലാത്തവനും സത്യം ആയിട്ടുള്ളവനും അദ്വയനും രണ്ടാമതൊന്നില്ലാത്തവനുമായ ആത്മാവിൻ്റെ സ്വരൂപം, ആ ആനന്ദസ്വരൂപമാണ്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവും ആ ആനന്ദസ്വരൂപൻ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്നത് ആ ആനന്ദസ്വരൂപനാണ്. ഞാനല്ലാതെ ഇവിടെ രണ്ടാമതൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള അനുഭവം ഉണ്ടാകും. അതന്നെയാണ് മുക്തി.
ഹേ താരാദേവി, ഞാൻ നിന്നോട് പറഞ്ഞ ഈ തത്വം സത്യമാണ് എന്ന് പറയണം. അപ്പം നമ്മളോട് പറഞ്ഞത് എന്താ? ഈ കഥാശ്രവണത്തിൽ അത്യായിട്ടുള്ള ഔത്സുക്യം ഉണ്ടായാൽ നമ്മളങ്ങനെ ഇവോൾവ് ചെയ്യും. ഇവോൾവ് ചെയ്തിട്ട് അന്ധക്കരണം പരിശുദ്ധമായിട്ട് കുറേശ്ശെ ആ ഭഗവാന്റെ ആത്മസ്വരൂപം പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അന്വേഷിച്ച് പോവാതെ ഒരു ഗുരു നമ്മുടെ മുമ്പിലെത്തും. ആ ഗുരു പറയുന്ന വാക്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഇതിൽ നിന്നൊക്കെ ഭിന്നനായിട്ട്, ദേഹേന്ദ്രിയാദികളിൽ നിന്നും ഭിന്നനായിട്ടുള്ള നാശരഹിതനും അദ്വൈതമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് എൻ്റെ ആത്മാവ്. ഈ ഞാൻ എന്ന് പറയുന്നത് ആ ആനന്ദസ്വരൂപൻ തന്നെയാണെന്നുള്ള അനുഭവം ഉണ്ടാവും. അതന്നെയാണ് മുക്തി, അതന്നെയാണ് ആത്മസാക്ഷാത്കാരം. ഞാൻ ഈ പറയുന്നത് സത്യമാണ് എന്ന് പറയാണ് ഭഗവാൻ താരോടെ. എത്ര വിശേഷമാണ് ഓരോ ഉപദേശങ്ങളും, അല്ലേ? ലക്ഷ്മണോപദേശം നമ്മൾ കണ്ടുല്ലോ. അതിങ്ങനെ ദിവസേന വായിക്കുക മാത്രമേ വേണ്ടൂ തോന്നും, അത്ര കേമായിരുന്നു അത്. തദാചാര്യപ്രസാദേന വാക്യാർത്ഥജ്ഞാനതക്ഷണാത് ദേഹേന്ദ്രിയമനപ്രാണാഹങ്കൃതിഭ്യ പൃഥക് സ്ഥിതം. ഇതിന്നൊക്കെ വ്യത്യസ്തനാണ് ആത്മാവെന്ന് നമുക്ക് മനസ്സിലാവും. ദേഹമല്ല, പ്രാണനല്ല, ഇന്ദ്രിയല്ല, മനസ്സല്ല, ഇതിന്നൊക്കെ ഭിന്നനാണ് ആത്മാവെന്ന് മനസ്സിലാവും. ആ ആത്മാവ് ഞാനാണെന്ന് മനസ്സിലാവും. സ്വാത്മാനുഭവത സത്യാമാനന്ദാത്മാനമദ്വയം ജ്ഞാത്വാ സദ്യോ ഭവേന്മുക്തഃ സത്യമേവ മയോദിതം. ഇനി 32. ഏവം മയോദിതം സമ്യഗാലോചയതി യോനിശം തസ്യ സംസാര ദുഃഖാനി നസ്പൃശന്തി കദാചന. അതും പറയണ്ടേ? എന്താ പറയണറിയോ? ഏവം മയാവുദിതം, ഇപ്രകാരം ഞാൻ പറഞ്ഞില്ലേ അതിനെ, യഹ അനിശം സമ്യക് ആലോചയതി, അതിനെ വേണ്ട പോലെ നീ ആലോചിക്കും, മനനം ചെയ്യൂ. ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി നല്ലോണം മനനം ചെയ്യൂ, ആലോചിക്കൂ. എപ്പോഴും ആരാണ് ഇതിനെപ്പറ്റി നന്നായി ആലോചിക്കുന്നവ? യഹ അനിശം സമ്യക് ആലോചതി, ആരാണ് ഞാൻ ഈ പറഞ്ഞ തത്വത്തിനെ എപ്പോഴും ആലോചിക്കുന്നത്? തസ്യ, അവനെ സംസാര ദുഃഖാനി, സംസാര ദുഃഖങ്ങൾ കഥാചന ന സ്പൃശന്തി, ഒരിക്കലും സ്പർശിക്കില്ല എന്ന്. എന്താ ഇപ്പോൾ ഭഗവാൻ നോക്കൂ, ചെറിയ കുറേ വാക്കുകളിൽ നമ്മളോട് പറഞ്ഞു, നിങ്ങളെ ഒരിക്കലും ഈ സംസാര ദുഃഖം ബാധിക്കാൻ പോകുന്നില്ല. അഥവാ സംസാര ദുഃഖം തോന്നുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെ ആലോചിക്കൂ. ഞാൻ ഈ ദേഹമല്ല, ഞാൻ ഈ ആത്മാവാണ്, അത് പറയൂ. എന്നിട്ട് ഈ ദേഹത്തിന് മനസ്സിന് വരണമെന്നും എൻ്റെ ദുഃഖമല്ല എന്ന് പറയൂ. അതെന്നെ പറയുന്നത്. നോക്കൂ, ഞാൻ ഉപദേശിച്ചതായിട്ടുള്ള ഈ തത്വത്തിനെ ആരാണ് നിരന്തരം മനനം ചെയ്യണേ? മനനവും നിധിധ്യാസനവും ആരാണ് ചെയ്ത് ശീലിക്കണത്? ഞാൻ ഈ പറഞ്ഞ തത്വത്തിനെ എപ്പോഴും അപ്ലൈ ചെയ്യണം. നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറയുകയാണ്. അതാണല്ലോ മനനവും നിധിധ്യാസനവും ചെയ്താലല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലായാൽ മാത്രം പോരാ, അതിനെപ്പറ്റി ഗാഠമായിട്ട് ആലോചിച്ച് ശരിയാണെന്ന് തോന്നണം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ ഞാൻ ഉപദേശിച്ചായിട്ടുള്ള ഈ തത്വത്തിനെ ഏതൊരാളാണ് നിരന്തരം മനനവും നിധിധ്യാസനവും ചെയ്ത് അതിങ്ങനെ മനസ്സിൽ എപ്പോഴും വിചാരിക്കണേ, ആ ആൾക്ക് ക്രമത്തിൽ ആത്മാനന്ദം അനുഭവമാവുന്ന യാതൊരു സംശയവും ഇല്ല. അങ്ങനെ ആത്മാനുഭവം ഉണ്ടായാൽ പിന്നെ ആ ആൾക്ക് സംസാര ദുഃഖങ്ങൾ ഒരു കാലത്തും ആ ആളെ സ്പർശിക്കില്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം നമുക്ക് അതും കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ നിർത്താം. വളരെ താരോപദേശം നമുക്ക് ഏതുപദേശം വായിക്കുമ്പോഴും അത് മാത്രം വായിച്ച് ഉൾക്കൊണ്ടാൽ മതി എന്ന് തോന്നും. അപ്പം പല 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 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഉള്ളിൽ പോവാനും കുറച്ചെങ്കിലും മനനവും നിധിധ്യാസനം ചെയ്യാനും ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും സാധിക്കണേന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ 32 വായിച്ച് ഞാൻ ഇന്നത്തെ നിർത്താം. ഏവം മയോദിതം സമ്യഗാലോചയതി യോനിശം തസ്യ സംസാര ദുഃഖാനി നസ്പൃശന്തി കദാചന. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.